നമ്മൾ വെറുതെ പറയുന്നതൊന്നുമില്ല. ഞാൻ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ഒരു സർവേ റിപ്പോർട്ട് നിങ്ങളോട് പറയാം. അപ്പോൾ അത് നിങ്ങൾക്കതിൻ്റെ മാറ്റം എത്രത്തോളം ഉണ്ട് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ഒരു സർവേ പറയുന്നത്, ഇപ്പോൾ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങുന്ന കുട്ടികൾ, അതായത് 1ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടി, ആ കുട്ടി ഭാവിയിൽ എത്തിച്ചേരാൻ പോകുന്ന ജോലി ഏതായിരിക്കും? ഇതാണ് സർവേ റിപ്പോർട്ട് എക്കണോമിക് ഫോറം പഠിച്ചത്. ഇന്ന് സ്കൂളിൽ പഠിക്കാൻ തുടങ്ങുന്നവരിലെ 63% കുഞ്ഞുങ്ങൾ, അതായത് 100 പേര് 1ാം ക്ലാസ്സിൽ ചേർന്നാൽ അതിൽ 63 പേര് ഭാവിയിൽ എത്തിച്ചേരാൻ പോകുന്ന ജോലി ഇതുവരെ ഈ ഭൂമിയിൽ ഉണ്ടാകാത്ത ജോലികളാണ്, ഇനി ഉണ്ടായി വരേണ്ട ജോലികൾ. ലോകം കീഴ്മേൽ മറിയും. നിലവിലുള്ള ജോലികൾ പലതും അപ്രത്യക്ഷമാണ്. നിർമ്മിത ബുദ്ധിയുടെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ, റോബോട്ടിക്കിന്റെ കടന്നുവരവോടുകൂടി വരാൻ പോകുന്ന മാറ്റം നമുക്കാർക്കും പ്രവചിക്കാൻ കഴിയാത്ത മാറ്റങ്ങളാണ്. അതിനനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ നിലവാരവും ഒക്കെ മാറണം. അഭിമാനത്തോടെ പറയാൻ കഴിയുന്നത്, ഈ മാറ്റത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇക്കഴിഞ്ഞ ബഡ്ജറ്റിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രി നമ്മുടെ സ്കൂളുകളിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ കൊടുക്കാനുള്ള പദ്ധതിക്ക് പണം മാറ്റിവെക്കുന്നത്. കേരളം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതും നടപ്പിലാക്കിയതുമായ പദ്ധതിയാണ്. 45,000 ക്ലാസ് മുറികൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ഡിജിറ്റലൈസ്ഡ് ആണ്. സർക്കാർ ക്ലാസ് മുറികൾ, സ്വകാര്യ സ്കൂളുകൾ 12,000 സ്കൂളുകളിൽ ഇതിനകം ഫോണിന്റെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ബാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. വീടുകളിലേക്ക് ഇന്റർനെറ്റ് എത്തുന്നു. നമ്മുടെ കേരളം മാറിയ മാറ്റത്തിന്റെ ഒരു കരുത്ത്, ഇന്ന് കേരളം ചിന്തിക്കുന്നത് നാളെ ഇന്ത്യ ചിന്തിക്കുന്നു എന്നത് വളരെ പ്രസക്തമാണ്. ഇനിയും നമുക്ക് പക്ഷേ മുൻപോട്ട് പോകാനുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും ഉത്തരവാദിത്വം അതെന്താണ് എന്നതിനെ കുറിച്ചാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ കണ്ട ലോകത്തിലൂടെ കുഞ്ഞുങ്ങളെ നയിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരിക്കലും ശ്രമിക്കരുത്. കാരണം നമ്മൾ കണ്ടതും നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്തതുമായ ലോകത്തേക്കാണ് ഇവർ നാളെ പോകേണ്ടത്. നീ ഇന്നതാകണം എന്ന് നിങ്ങൾ കുട്ടികളോട് പറഞ്ഞാൽ നിങ്ങൾ ആ ചൂണ്ടിക്കാണിക്കുന്ന ജോലി അന്നുണ്ടാവില്ല. ഈ ഭൂമിയിൽ തന്നെ ആ ജോലി പോവുകയും പുതിയ ജോലികൾ വരികയും ചെയ്യും. അതാണ് ഞാൻ ആ കണക്ക് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തേക്ക് ഈ കുട്ടികളെ നയിക്കുകയല്ല, മറിച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് എത്തിച്ചേരേണ്ട ലോകത്തെ ആ കുട്ടികളെ കാണിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് പരമാവധി നമ്മുടെ ഈ കുട്ടികളെ ലോകത്തെ പരിചയപ്പെടുത്താൻ ക്ലാസ് മുറികളിലും വീട്ടിലും നിങ്ങൾ അവസരം ഉണ്ടാക്കണം. ലോകത്തെ കാണണം. ആ കാഴ്ചകളിൽ നിന്ന് അവന് പുതിയ വിവരങ്ങൾ ലഭിക്കും. അവന് പുതിയ വിവരങ്ങൾ ലഭിക്കുക മാത്രമല്ല, പുതിയ സ്വപ്നങ്ങൾ ഉണ്ടാകും. ഈ ഇരിക്കുന്ന ഓരോ കുഞ്ഞിനും ഓരോ കഴിവുണ്ടാകും. ഞാൻ ഇവിടേക്ക് വന്നു കയറുമ്പോൾ എത്ര ഗംഭീരമായിട്ടാണ് നമ്മുടെ കുട്ടികൾ ചെണ്ടമേളം ചെയ്തത്. അതിഗംഭീരമാണ്. കണ്ടുതൽ കണ്ടു ആസ്വദിക്കാൻ തുടങ്ങി. എത്ര ഗംഭീരമാണ്, എത്ര താളാണ്, എത്ര നാളത്തെ പരിശീലനമാണ്, പ്രതിഭകളാണ്, കഴിവുള്ളവരാണ്. ഓരോ കുഞ്ഞിലുമുള്ള കഴിവിനെ തിരിച്ചറിഞ്ഞ് ആ കഴിവുകൾ പ്രദർശിപ്പിക്കാനും അതിലൂടെ അവർക്ക് മുന്നേറാനുള്ള പരമാവധി അവസരം ഒരുക്കി കൊടുക്കലായിരിക്കണം രക്ഷകർത്താക്കളുടെ, അധ്യാപക രക്ഷകർത്തൃ സംഘടനയുടെ, SMCയുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം, നമ്മുടെ നാടിൻ്റെ ഉത്തരവാദിത്വം അതാണ് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഈ ശതാബ്ദി നിറഞ്ഞു നിൽക്കുന്ന സ്കൂളിന്, ഈ നാടിൻ്റെ അഭിമാനമായ ഈ സ്കൂളിന്, ഒരുപാട് മഹാരഥന്മാരെ സംഭാവന ചെയ്തിട്ടുള്ള ഈ സ്കൂളിന് എൻ്റെ MB ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ സമ്മാനം നൽകിയതായി ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിർത്തുന്നു. നന്ദി.